ജോലി ചെയ്യുന്ന കമ്പനിയിൽ ആ കമ്പനി ഉടമയുടെ കാരവാൻ വാഹനം, ആ കമ്പനി ഉടമയുടെ വ്യാജ ഒപ്പിട്ടുകൊണ്ട് വാഹനം മറിച്ചു വിറ്റിരിക്കുകയാണ്. വർക്കി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമയായിരുന്ന മറിയാമ്മ വർക്കിയുടെ പേരിലുള്ള KL01 BW9000 എന്ന നമ്പറിലുള്ള കാരവാൻ വാഹനമാണ് മോഷ്ടിച്ച് വിറ്റിരിക്കുന്നത്. സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരായ 4 പേർ ആ സ്ഥാപന കമ്പനി ഉടമയുടെ വാഹനം വ്യാജ ഒപ്പിട്ട് മറിച്ച് വിറ്റിരിക്കുകയാണ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്കി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഉടമയായിരുന്ന ഈ മറിയാമ്മ വർക്കിയുടെ കുറുവൻകോണത്തുള്ള TC 4/335 നമ്പർ വീട്ടിൽ സൂക്ഷിച്ചിരുന്നതാണ് ഈ വാഹനം. മറിയാമ്മ വർക്കി ഈ മരണപ്പെട്ടതിനു ശേഷം വർക്കി ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ ജീവനക്കാർ 4 പേര് ദിലീപ് കുമാർ, R തോമസ്, CT ബിജു ദേവസ്യ, അഭിലാഷ് അഭിമന്യു എന്നിവരാണ് ഇത്തരത്തിൽ കമ്പനി ഉടമയുടെ വ്യാജ ഒപ്പിട്ടുകൊണ്ട് നെടുമങ്ങാട് RTO ഓഫീസിൽ ഹാജരാവുകയും 3-ാം പ്രതിയുടെ പേരിൽ കാരവാൻ വാഹനത്തിന്റെ RC ഓണർഷിപ്പ് മാറ്റിയെടുക്കുകയുണ്ടായി. ഏതാണ്ട് പിന്നീട് 10 ദിവസം കഴിഞ്ഞ് 4-ാം പ്രതിയുടെ പേരിൽ വീണ്ടും RC ഓണർഷിപ്പ് മാറ്റി കൊടുത്തുകൊണ്ട് ഏതാണ്ട് 65 ലക്ഷം രൂപയാണ് ഇവര് ഇത് വിറ്റ് ലാഭം നേടിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ വർക്കി ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ ഡയറക്ടർ ശ്രീ എബി ജോർജ് ആണ് തിരുവനന്തപുരത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ CMB ആയിട്ട് ഫയൽ ചെയ്തുകൊണ്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യണം, അന്വേഷണം നടത്തുന്നതിന് വേണ്ടി. അത് പിന്നീട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്കാണ് ആ കേസ് പോയിരിക്കുന്നത്. അത് അയച്ചു കൊടുത്തിരിക്കുന്നത്. നിരവധി വകുപ്പുകൾ ചേർത്താണ് കേസൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, FIR ഇട്ടിരിക്കുന്നു. പക്ഷേ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഈ അടുത്ത സമയത്താണ് ഉടമ അറിയാതെ ഈ വ്യാജ രേഖ ചമച്ച് വീടും വസ്തുവും വിറ്റത്. അതിന്റെ അന്വേഷണവും മ്യൂസിയം പോലീസിനാണ്. ഇപ്പോൾ ഉടമയുടെ വ്യാജ ഒപ്പിട്ടുകൊണ്ട് വാഹനം മറിച്ച് വിറ്റതിന് കൂടിയാണ് ഇപ്പൊ കേസ് എടുത്ത് അന്വേഷണം നടത്തുന്നത്. ഉടമകൾ അറിയാതെ ഉടമകൾക്ക് ഇപ്പൊ ഇത്തരത്തിൽ കേസ് കൊടുക്കാൻ വേണ്ടി കോടതിയിൽ പോകേണ്ട ഒരു അവസ്ഥയാണ്. വളരെ തിരക്കുള്ള ഒരു പോലീസ് സ്റ്റേഷൻ കൂടിയാണ് ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. ഇത്തരത്തിൽ CMB വഴി കേസ് ഫയൽ ചെയ്ത് FIR ഇട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെയൊക്കെ നിയമിച്ചുവെങ്കിലും ഈ മേൽവിലാസ പ്രകാരം 2 കവടിയാറ് ആണ് ഒരാളുള്ളത്, തിരുവല്ലയിലും ചാലക്കുടിയിലും ഉണ്ട്. ബാക്കി ഈ 4 പേരും ഇത്രയും അടുത്തായിട്ടും ദിലീപ് കുമാറിനെയോ അല്ലെങ്കിൽ 4-ാം പ്രതി അഭിലാഷ് അഭിമന്യുയോ 2 പേരും തിരുവനന്തപുരം സ്വദേശികളാണ്. ഇവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ നിയമ നടപടി സ്വീകരിക്കാനോ ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു നീക്കം നടക്കുന്നില്ല. അവർ അന്വേഷണം നടക്കുന്നു എന്നുള്ള മട്ടിലാണ് പറയുന്നത്. ഈ തോമസ് CT തിരുവല്ലക്കാരനാണ്. അത് കണക്ക് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരുക്കുന്ന തിരക്കിലാണ് മ്യൂസിയം SIയും മറ്റു ഉദ്യോഗസ്ഥരും. സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങളും ആവലാതിയും കൂടി പരിഹരിക്കണം. ഉടമ അറിയാതെ വീടും വസ്തുവും വിൽക്കുന്നു, ഉടമകൾ അറിയാതെ വാഹനം വിൽക്കുന്നു. ഇത്തരത്തിലാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഓരോ സംഭവവികാസങ്ങളാണ് അടുത്ത കാലത്ത്. എന്താണ് കൃത്യതയോടെ സത്യസന്ധമായിട്ടുള്ളൊരു അന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റക്കാരെ കണ്ടെത്തുകയും വർക്കി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഡയറക്ടർക്ക് ശ്രീ ജോർജിന് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയട്ടെ. കർമ്മ ന്യൂസ്, രാമഭദ്രൻ.